എന്താണ് ഹാർട്ട് ഫെയിലിയർ? അപ്പോൾ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കുക? ഹാർട്ടിൻ്റെ പമ്പിങ്ങിൻ്റെ പ്രശ്നമാണ്, ഹാർട്ട് പമ്പ് ചെയ്യുന്നില്ല. ശരിക്കും അതാണോ ഹാർട്ട് ഫെയിലിയർ? അപ്പോൾ എന്തെങ്കിലും ഒരു കാരണങ്ങളെ കൊണ്ട് നമ്മുടെ പെരിഫറൽ ടിഷ്യൂ, മെയിൻലി വൈറ്റൽ ഓർഗൻസ് ആയ മറ്റേ കിഡ്നി, ബ്രെയിനുമൊക്കെ അതിൻ്റെ ആവശ്യമായ തോതിൽ അത് പെർഫ്യൂസ് ചെയ്യപ്പെടാതിരിക്കുമ്പോൾ ബോഡി എന്ത് ചെയ്യും? ബോഡീനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കുറേ പ്രശ്നമുണ്ടാവും. അപ്പോൾ കുറേ സിംറ്റംസ് വരും. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹാർട്ട് ഫെയിലിയർ എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അനീമിയയിൽ എന്തുണ്ടാവുക? അനീമിയയിൽ ബ്ലഡ് വോളിയം നോർമലാണ്, ഹാർട്ടിൻ്റെ കൺട്രാക്ടിലിറ്റി നോർമലാണ്, പമ്പിങ് നോർമലാണ്, കാർഡിയാക് ഔട്ട്പുട്ട് നോർമലാണ്. പക്ഷേ HB കുറവാണ്. അപ്പോൾ ഈ പെരിഫറൽ ടിഷ്യൂവിന് അതിൻ്റെ ആവശ്യമായ സാധനം കിട്ടുന്നില്ല, അതിന് നീഡിലുള്ള സാധനം കിട്ടുന്നില്ല. അപ്പോൾ ബോഡി എന്ത് ചെയ്യും? ബോഡിക്ക് എന്തേ അറിയുള്ളൂ? എപ്പോഴൊക്കെ ആവശ്യമായ സാധനം കിട്ടാതാവുന്നു, അല്ലെ പെർഫ്യൂഷൻ ആവശ്യമായ രീതിയിൽ നടക്കാതാവുന്നു, ബോഡി എന്ത് വിചാരിക്കുള്ളൂ? കാർഡിയാക് ഔട്ട്പുട്ട് കുറഞ്ഞു വിചാരിക്കുള്ളൂ. അപ്പോൾ ബോഡി കുറേ മെക്കാനിസയുടെ കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടാൻ നോക്കും, ബ്ലഡ് വോളിയം കൂട്ടിയിട്ടും മറ്റും. അപ്പോൾ ശരിക്കും ഇവിടെ വോളിയം കുറവുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ വോളിയം കൂട്ടാൻ നോക്കുമ്പോഴത്തേക്കും വോളിയം ഓവർലോഡ് വരും. അപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ് വരും. എഡിമ വരും, അല്ലെങ്കിൽ കഞ്ചക്ഷൻ വരും, ബ്രെത്ത്ലെസ്നെസ് വരും. അപ്പോൾ നമ്മൾ ഹാർട്ട് ഫെയിലിയർ എന്ന് വിളിക്കും. ഓക്കെ. ഇനി തൈറോയിഡിൽ എന്ത് പറ്റും? ഹൈപ്പർ തൈറോയിഡിൽ എന്ത് പറ്റും? ഹൈപ്പർ തൈറോയിഡിലും ഈ പറഞ്ഞ പോലെ ബ്ലഡ് വോളിയം നോർമലാണ്, കൺട്രാക്ടിലിറ്റിയും നോർമലാണ്, HBയും ആവശ്യത്തിനുണ്ട്. പിന്നെ അവിടെ എന്താ പ്രശ്നം? അവിടെ നീഡ് കൂടുതലാണ്, ഹൈപ്പർ മെറ്റബോളിക് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ടിഷ്യൂവിൻ്റെ നീഡ് കൂടുതലാണ്. ആ നീഡിന് വേണ്ട പെർഫ്യൂഷൻ അവിടെ കിട്ടുന്നില്ല. എപ്പോഴും ബോഡി എന്ത് വിചാരിക്കുക? അതിൻ്റെ ആവശ്യത്തിന് സാധനം കിട്ടാതാകുമ്പോഴേക്കും കാർഡിയാക് ഔട്ട്പുട്ട് കുറഞ്ഞു വരികയും ഈ പറഞ്ഞ കുറേ മെക്കാനിസങ്ങളൊക്കെ നടത്തും. എന്ത് കൂട്ടും? കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടാനായിട്ട് ബ്ലഡ് വോളിയം കൂട്ടാൻ നോക്കാം. അപ്പോൾ ഓൾറെഡി വോളിയം നോർമലായിരിക്കും, അടുത്ത് വീണ്ടും വോളിയം കൂട്ടാൻ നോക്കുമ്പോൾ ഓവർലോഡ് വരുന്നു, ഈ സിംറ്റംസ് വരുന്നു. അപ്പോഴും ഹാർട്ട് ഫെയിലിയർ വരും. അപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് ഈക്വൽ ടു ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം ആണല്ലോ. ഇനി നമ്മൾ സാധാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സെനറിയിലേക്ക് കിടക്കാം. അതായത് ഒരു എന്തോ ഒരു കാരണം കൊണ്ട് ഹാർട്ടിൻ്റെ മസിലിൻ്റെ കൺട്രാക്റ്റിലി കുറയുന്നു, MI വന്നിട്ടോ എന്തോ വന്നിട്ടോ ഹാർട്ടിൻ്റെ മസിലിന് ആ കൺട്രാക്റ്റിലിറ്റി കുറഞ്ഞിട്ട് ഇത് പമ്പിങ് കുറയുന്നു. അപ്പോഴെന്ത് പറ്റി? ഔട്ട്പുട്ട് കുറയും. ഔട്ട്പുട്ട് കുറയുമ്പോൾ എന്ത് പറ്റി? പെർഫ്യൂഷൻ കുറഞ്ഞു. പെർഫ്യൂഷൻ കുറയുമ്പോൾ വീണ്ടും ബോഡി കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടാൻ നോക്കുന്നു. വോളിയം നോർമൽ ആയവരുണ്ട്, അതിന് മുകളിൽ വോളിയം കൂട്ടാൻ നോക്കുമ്പോൾ വോളിയം ഓവർലോഡ് സിംറ്റംസ് ഒക്കെ വരുന്നു. അപ്പോൾ എന്താണ് സ്ട്രോക്ക് വോളിയം? സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ കൺട്രാക്ഷനിൽ എത്രമാത്രം ബ്ലഡ് LV എന്ന ബ്ലഡ് പുറത്തേക്ക് തള്ളപ്പെടുന്നു, അതാണ് എന്ത്? സ്ട്രോക്ക് വോളിയം. അപ്പം നമുക്കെല്ലാം ഭയങ്കര കോമൺ ആയിട്ട് അറിയുന്ന സാധനമാണ് ഒരു ഇജക്ഷൻ ഫ്രാക്ഷൻ. നമ്മൾ എക്കോയിലൊക്കെ നോക്കുന്ന സാധനം ഇജക്ഷൻ ഫ്രാക്ഷൻ. ഇജക്ഷൻ ഫ്രാക്ഷൻ വെച്ചിട്ടാണ് നമ്മളെല്ലാം ഹാർട്ട് ഫെയിലിയർ ഉണ്ട് ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ N ഡയസ്റ്റോളിൽ LVയിൽ ഉണ്ടാകുന്ന ബ്ലഡ്, അതിൻ്റെ എത്ര ശതമാനമാണ് ആ ഒരു സ്ട്രോക്കിൽ പുറത്തേക്ക് പോകുന്നത്, ഇതാണ് എന്ത്? ഇജക്ഷൻ ഫ്രാക്ഷൻ. അതായത് നമ്മൾ ഹാർട്ടിൻ്റെ കൺട്രാക്റ്റിലിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാൾക്കാർ എടുക്കാം. ഒരാളുടെ N ഡയസ്റ്റോളിക് വോളിയം, ഡയസ്റ്റോൾ അവസാനം LVയിൽ ഉണ്ടാകുന്ന ബ്ലഡ് ഒരാൾക്ക് 100 ml ഉണ്ട്, മറ്റാൾക്ക് 10 ml ഉള്ളൂ. എന്തൊരു കാരണം കൊണ്ട് 10 ml ഉള്ളൂ. രണ്ടുപേരും ഇഞ്ചക്ഷൻ ഫ്രാക്ഷൻ 70% ഉണ്ട്. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കുക? രണ്ടുപേർക്കും ആവശ്യത്തിന് ഇഞ്ചക്ഷൻ ഫ്രാക്ഷൻ ഉണ്ട്. അപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് നോർമലായിരിക്കും. ഹാർട്ട് ഫെയിലിയർ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പം ആദ്യത്തെ ആളുടെ സ്ട്രോക്ക് വോളിയം എത്ര വരും? 100 ml ഉള്ള ആൾക്ക് 70% ഇഞ്ചക്ഷൻ ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ സ്ട്രോക്ക് വോളിയം എത്ര വരും? 100ന് 70%. എത്ര? 70 ml വരത്തുള്ളൂ. അതേസമയം രണ്ടാമത്തെ ആൾക്കോ 10 ml ഉള്ള ആൾക്കോ 10 ml 70% കൺട്രാക്റ്റിലിറ്റി ഉണ്ടെങ്കിലും 10 ml 70% പുറത്തുള്ളൂ. അപ്പോൾ എത്ര വരും? 7 ml സ്ട്രോക്ക് വോളിയം വരുള്ളൂ. അപ്പോൾ രണ്ടുപേരും കാർഡിയാക് ഔട്ട്പുട്ട് സെയിം ആണോ? വ്യത്യാസമില്ല. അപ്പോൾ ഇഞ്ചക്ഷൻ ഫ്രാക്ഷൻ മാത്രം നോക്കിയിട്ട് ഫെയിലിയർ ഇല്ല എന്ന് പറയാൻ പാടില്ല. അപ്പോൾ എന്ത് മനസ്സിലായി? അപ്പോൾ കൺട്രാക്റ്റിലിറ്റി മാത്രമല്ല, റിലാക്സേഷനും കൂടെ ഒരു പ്രോബ്ലമാണ്. എപ്പോഴൊക്കെ ഹാർട്ട് റിലാക്സ് ചെയ്തിരിക്കുന്നത്, ഡയസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ വരുന്നു, ഒക്കെ N ഡയസ്റ്റോളിക് വോളിയം കുറഞ്ഞാലും ഹാർട്ട് ഫെയിലിയർ വരാം. അപ്പോൾ നമ്മൾ ഹാർട്ട് ഫെയിലിയർ എങ്ങനെ ഡിവൈഡ് ചെയ്യും?
നമ്മളപ്പോൾ ഇജക്ഷൻ ഫ്രാക്ഷൻ വെച്ചിട്ട് ഹാർട്ടിനെ 3 ഡിവൈഡ് ചെയ്യും. ഇജക്ഷൻ ഫ്രാക്ഷൻ നോർമലായിട്ടുള്ള, അതായത് 50ക്ക് മുകളിൽ EF ഉള്ള ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? ഹാർട്ട് ഫെയിലിയർ വിത്ത് പ്രിസർവ്ഡ് ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് വിളിക്കും. അത് ഈ പറഞ്ഞ ഡയസ്റ്റോളിക് ഡിസ്ഫങ്ഷനൊക്കെ. കൺട്രാക്റ്റിലിറ്റി നോർമലാണ്, പക്ഷെ അവിടെ ഹാർട്ട് ഫെയിലിയർ ഉണ്ട്. പിന്നെ 40ക്ക് താഴെയാണ് നമ്മൾ എന്ത് വിളിക്കും? ഹാർട്ട് ഫെയിലിയർ വിത്ത് റെഡ്യൂസ്ഡ് ഇജക്ഷൻ ഫ്രാക്ഷൻ. ഇവിടെ കൺട്രാക്റ്റിലിറ്റി പ്രശ്നമുണ്ട്. അപ്പം ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പമ്പിങ്ങിൻ്റെ കാര്യം പറയും, ഹാർട്ട് പമ്പിങ്ങിൻ്റെ കുറവുണ്ടെന്ന് പറയും. പിന്നെ രണ്ടിൻ്റെ ഇടയിൽ 40 to 50% നമ്മൾ എന്ത് വിളിക്കും? ഹാർട്ട് ഫെയിലിയർ വിത്ത് മോഡറേറ്റ് ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് വിളിക്കും. ഇതിനകത്ത് ഈ മോഡറേറ്റ് ഇജക്ഷൻ ഫ്രാക്ഷനും പ്രിസർവ്ഡ് ഇജക്ഷൻ ഫ്രാക്ഷനും പ്രത്യേകിച്ച് മാനേജ്മെൻറ്റുകളിൽ ആകെ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും കാര്യങ്ങളുള്ളൂ. ആകെ നമുക്കൊരു മെഡിക്കൽ മാനേജ്മെൻറ്റ് കൃത്യമായിട്ടുള്ളതായിരിക്കാണ് ഹാർട്ട് ഫെയിലിയർ വിത്ത് റെഡ്യൂസ്ഡ് ഇജക്ഷൻ ഫ്രാക്ഷൻ മാത്രമാണ്. അപ്പം ഇവിടെ എന്താ നടക്കണമെന്ന് നോക്കാം. ഈ പറഞ്ഞ പോലെ ഒരു MI വരുന്നു, ഹാർട്ടിൻ്റെ മസിൽ വീക്ക് ആവുന്നു, കൺട്രാക്റ്റിലിറ്റി കുറയുന്നു, EF കുറയുന്നു, കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നു. അപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കുറയുമ്പോൾ എന്ത് പറ്റും? നേരത്തെ പറഞ്ഞ പോലെ പെരിഫറൽ ടിഷ്യൂ പെർഫ്യൂഷൻ കുറയുന്നു. ടിഷ്യൂ പെർഫ്യൂഷൻ കുറയുമ്പോൾ ബോഡി എന്ത് ചെയ്യും? കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. അപ്പോൾ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? കാർഡിയാക് ഔട്ട്പുട്ട് ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം. ബോഡി എന്ത് ചെയ്യും? ബോഡി കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടാൻ നോക്കും. ആദ്യം എന്ത് ചെയ്യും? ആദ്യം ഹാർട്ട് റേറ്റ് കൂട്ടാൻ നോക്കും. അപ്പോൾ ഓൾറെഡി ഇഷ്കീമി അടിച്ചിരിക്കുന്നൊരു ഹാർട്ട് വന്നേക്കാണല്ലോ, അതിൻ്റെ മുകളിൽ ഹാർട്ട് റേറ്റ് കൂടി എന്ത് പറ്റും? ഡിമാൻഡ് കൂടും. അപ്പോൾ വീണ്ടും ഇഷ്കീമി കൂടും. അപ്പോൾ ഹാർട്ട് റേറ്റ് കൂട്ടുന്ന ആരായിരിക്കും? സിമ്പത്തറ്റിക് സിസ്റ്റം. അപ്പം നമുക്ക് ഇയാളെ രക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? ഈ സിമ്പത്തറ്റിക് സിസ്റ്റം കട്ട് ചെയ്യണം. അപ്പം അവിടെ എന്ത് കൊടുക്കണം? ബീറ്റ ബ്ലോക്കർ കൊടുക്കണം, കാർഡിയോ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. രണ്ടാമത് ബോഡി എന്ത് ചെയ്യും? ഈ സ്ട്രോക്ക് വോളിയം കൂട്ടാൻ നോക്കും. വോളിയം കൂട്ടാൻ ബോഡിക്ക് എന്താ അറിയുള്ളൂ? ബ്ലഡ് വോളിയം കുറഞ്ഞു മാത്രമേ അറിയുള്ളൂ. വോളിയം കൂട്ടാൻ നോക്കും. വോളിയം കൂട്ടാൻ ബോഡി എന്ത് ആക്ടിവേറ്റ് ചെയ്യും? റാസ് ആക്ടിവേറ്റ് ചെയ്യും. റാസ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ആദ്യം ആൻജിയോടെൻസിൻ 1 വരും, പിന്നെ ആൻജിയോടെൻസിൻ 2 വരും. 2 നിന്ന് ആൻജിയോടെൻസിൻ 2 ടൈപ്പ് 1 റിസപ്റ്റർ വരും. ഈ ടൈപ്പ് 1 റിസപ്റ്റർ എന്തൊക്കെ ഉണ്ടാക്കും? വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കും, ആൻറ്റിനേട്രിയോസിസ് നടത്തും, ആൽഡോസ്റ്ററോൺ വാസോപ്രസൻസ് സെക്രീഷൻസ് നടത്തും, നോറെപ്പിനെഫ്രിൻ സെക്രീഷൻസ് ഒക്കെ നടത്തുക. ഇതൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യും? BP ഒക്കെ കൂട്ടും. ഇതൊന്നും നല്ലതല്ല. അപ്പോൾ ഇതൊക്കെ നിർത്തണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ആൻജിയോടെൻസിൻ 1-നെ 2 ആവുന്നത് കൺവേർട്ട് ചെയ്ത് നിർത്താം. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ആൻജിയോടെൻസിൻ കൺവെർട്ടിങ് എൻസൈം ഇൻഹിബിറ്റർ കൊടുക്കും. ഇവിടെ കട്ട് ചെയ്യും. ഇത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തുണ്ട് ഉപകാരം? ഇവിടെ ഒരു ബ്രാഡിക്കൈൻ എന്ന് പറഞ്ഞൊരു സാധനം. ബ്രാഡിക്കൈൻ എന്ത് ചെയ്യും? ബ്രാഡിക്കൈൻ ഇപ്പോൾ വാസോഡൈലറ്റേഷൻ ഒക്കെ നടത്തും, അതുപോലെ കുറേ ഉപകാരപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഈ ബ്രാഡിക്കൈനെ ഇനാക്ടിവേറ്റ് ചെയ്യണത് ആൻജിയോടെൻസിൻ കൺവെർട്ടിങ് എൻസൈമാണ്. ഈ ആൻജിയോടെൻസിൻ കൺവെർട്ടിങ് എൻസൈം ഇൻഹിബിറ്റ് ചെയ്യുന്നതോടെ നമുക്ക് ബ്രാഡിക്കൈനും കൂടുതൽ കിട്ടും. ഇവിടെയുള്ള കുഴപ്പം എന്ന് പറയുന്നത് ആൻജിയോടെൻസിൻ 2-ൻ്റെ ടൈപ്പ് 2 റിസപ്റ്റർ ഇവൻ നമുക്ക് ഉപകാരമുള്ളതാണ്. ഇവൻ എന്തൊക്കെ ചെയ്യും? ഇവനും വാസോഡൈലറ്റേഷൻ ചെയ്യും, അപ്പോപ്റ്റോസിസ് നടത്തും, നേട്രിയോറിസിസ് നടത്തും, അങ്ങനെ കാർഡിയാക് റീമോഡലിംഗ് ഒക്കെ തടയണം. അപ്പോൾ നമ്മൾ ഈ എയ്സ് വെട്ടുന്നതോടുകൂടി എന്ത് ചെയ്യും? ടൈപ്പ് 1 ടൈപ്പ് 2 റിസപ്റ്ററും ബ്ലോക്ക് ആവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ബ്ലോക്ക് ചെയ്യാം. ആൻജിയോടെൻസിൻ 2-ൻ്റെ ടൈപ്പ് 1 റിസപ്റ്റർ മാത്രം ബ്ലോക്ക് ചെയ്യാം. ARB കൊടുക്കാം, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് വേറെ സാധനം നൈട്രിയോറിറ്റിക് പെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞ സാധനം വരുന്നത് അവന്മാരും ഭയങ്കര ഉപകാരമുള്ള കാര്യമാണ്. ഹാർട്ട് ഫെയിലിയർ വരുമ്പോൾ ഹാർട്ടിൻ്റെ വാളിൽ നിന്നൊക്കെ വരുന്ന നൈട്രിയോറിറ്റിക് പെപ്റ്റൈഡ്സ് ഇവരെയും ഇനാക്ടിവേറ്റ് ചെയ്യുന്ന നെപ്രൽസിൻ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇത് നെപ്രൽസിൻ തന്നെ എന്ത് ചെയ്യും? ബ്രാഡിക്കൈനെയും ഇനാക്ടിവേറ്റ് ചെയ്യും. നമുക്ക് എന്ത് വേണം? അപ്പോൾ ഈ നെപ്രൽസിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രിയോറിറ്റിക് പെപ്റ്റൈഡ്സും കിട്ടും, ബ്രാഡിക്കൈനും കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഈ ARB ബ്ലോക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു നെപ്രലിസിൻ ഇൻഹിബിറ്ററും കൂടി ഇവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ എല്ലാ എഫക്റ്റ് കിട്ടും. നമുക്ക് ടൈപ്പ് 1-ൻ്റെ റിസപ്റ്റർ ആക്ടിവിറ്റി നിർത്താം, ടൈപ്പ് 2-ൻ്റെ ആക്ടിവിറ്റി കിട്ടും, ബ്രാഡിക്കൈനും കിട്ടും,
നൈട്രേറ്റ് പെപ്റ്റൈഡ്സും കിട്ടും. ഇതിനായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ വിത്ത് നെപ്രലിസിൻ ഇൻഹിബിറ്റർ ആറിന് കൊടുക്കാം. കോമൺ ആയിട്ട് തന്നെ നമ്മുടെ സാക്യൂബിട്രൽ വൽസാർട്ടൻ കോമ്പിനേഷൻ. അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പാത്വേ ശരി. ഇനി എന്തുണ്ട്? നമുക്ക് ആൽഡോ പാത്വേ ഉണ്ട്. ആൽഡോ ആണ് മെയിനായിട്ട് എന്തൊരു ഫ്ലൂയിഡ് കൂട്ടുന്നത്. അപ്പോൾ ഈ ആൽഡോനെ നമുക്ക് കട്ട് ചെയ്യണം. ഇപ്പോൾ കട്ട് ചെയ്യാൻ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ മിനറലോകോർട്ടിക് റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് കൊടുക്കാം, സ്പൈനൽ ആക്ടോൺ എൽഡാക്ടോൺ കൊടുക്കാം. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ആ പാത്വയും കട്ട് ചെയ്യും. ഇനി എന്തുണ്ട്? ഇനി ഇതിനു വേണ്ടി കണ്ടുപിടിച്ച ഒരു മരുന്നല്ല, പക്ഷെ എന്നാലും നമുക്കിവിടെ ഭയങ്കര ഉപകാരപ്പെടുന്ന സംഭവമാണ് SGLT2 ഇൻഹിബിറ്റർ, സോഡിയം ഡിപ്പെൻഡൻറ്റ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 2 ഇൻഹിബിറ്റർ. നമ്മൾ ഗ്ലൂക്കോസ് കുറയ്ക്കാൻ വേണ്ടി കണ്ടുപിടിച്ചാണെങ്കിലും ഗ്ലൂക്കോസ് പോകുമ്പോൾ കൂടെ ആരും കൂടി പോവും? സോഡിയം കൂടി പോകും. അപ്പോൾ സോഡിയം പോണതിന് കൂടെ ആരും കൂടി പോവും? വാട്ടർ പോകും. വാട്ടർ പോയാൽ വീണ്ടും വോളിയം കുറയാണ്. അപ്പോൾ അതും ഇവിടെ ബെനിഫിഷ്യലാണ്. അപ്പം ഈ 4 ഡ്രഗുകളാണ് മോർട്ടാലിറ്റി ബെനിഫിറ്റ് ഉള്ള ഡ്രഗ്സ്. ഇത് ഹാർട്ട് ഫെയിലിയർ വിത്ത് റെഡ്യൂസ്ഡ് ഇജക്ഷൻ ഫ്രാക്ഷൻ. അപ്പം എല്ലാ ഹാർട്ട് ഫെയിലിയർ വിത്ത് റെഡ്യൂസ്ഡ് ഇജക്ഷൻ ഫ്രാക്ഷൻ പേഷ്യൻസിനും ഈ 4 ഡ്രഗ്സും ഒപ്റ്റിമം ഡോസിൽ കിട്ടിയിരിക്കുന്നതാണ്. അവർക്ക് ടോളറേറ്റ് ചെയ്യാവുന്ന ഡോസിൽ കിട്ടിയിരിക്കണം. എന്ത് കൊടുക്കണം? ബീറ്റ ബ്ലോക്കർ കൊടുക്കണം, ആർനി കൊടുക്കണം, ആൽഡാക്ടോൺ കൊടുക്കണം, ഡാപ്പാഗ്ലിഫ്ലോസിൻ കൊടുക്കണം, SGLT2 ഇൻഹിബിറ്റർ കൊടുക്കണം. അപ്പോൾ ഇത്ര സാധനം കിട്ടിയെന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ കൺട്രാക്ടിലിറ്റിയുടെ പ്രശ്നം മാത്രമല്ല, അല്ലെങ്കിൽ പമ്പിങ്ങിൻ്റെ പ്രശ്നം മാത്രമല്ല. ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോ എൻഡോക്രൈൻ സിൻഡ്രോം ആണ്.